കഴിഞ്ഞ ദിവസം UAE-യിൽ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വളരെ സുന്ദരമായ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും ഏകദേശം 700 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുമൊക്കെ ഒരു മുസ്ലിം രാജ്യത്ത് ഒരു വലിയ ക്ഷേത്രം നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് പത്രദ്വാര നിങ്ങൾ അറിഞ്ഞിരിക്കും. ഇത് ഓരോ രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ഉടമ്പടികളും രാഷ്ട്രീയമായ പല നീക്കുപോക്കുകളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു നിലപാടുകളിൽ രൂപപ്പെട്ടുണ്ടാകുന്ന ഒരു കാര്യം. അതിൻ്റെ രാഷ്ട്രീയവും മറ്റു തലങ്ങളൊന്നും നമുക്കറിയില്ല. അത് പലപ്പോഴും പല രാഷ്ട്രങ്ങളും പല രീതിയിലും ഇങ്ങനെ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയും അതുപോലെ ഇങ്ങനെ സംഗതികളൊക്കെ രാഷ്ട്രങ്ങൾ തമ്മിൽ ചെയ്യാറുണ്ട്. ഇതും അതുപോലെയുള്ള ഒന്നായേക്കാം, നമുക്കറിയില്ല. അത് അതിൻ്റെ അധികാരികളും രാജാക്കളും അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സർവോപരി അതൊരു രാഷ്ട്രീയ തലം, അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ആ രാഷ്ട്രീയ വശത്തെ പറ്റിയല്ല ഞാനിവിടെ പറയുന്നത്. ഇവിടെ ഇതിൻ്റെ വീഡിയോകളും മറ്റുമൊക്കെ കാണുമ്പോൾ വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലാഘവത്വം, ആ ലാഘവത്വത്തെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അത് ഉണർത്തുകയാണ് പ്രധാനമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ പരിശുദ്ധ ഇസ്ലാമും മറ്റു ഇതര മതങ്ങളും ഇസങ്ങളുമായൊക്കെ വേറിട്ട് നിൽക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം ഇസ്ലാം മതത്തിൻ്റെ ഏകദൈവാരാധന എന്ന കാര്യം. തൗഹീദ് എന്ന് നമ്മൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമാണ് എല്ലാ മതങ്ങളിൽ നിന്നും മറ്റു എല്ലാ മനുഷ്യരിൽ നിന്നും വിശ്വാസിയെ, മുസ്ലിമിനെ വേർതിരിച്ചു നിൽക്കുന്ന ഘടകം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും മറ്റു പല മതങ്ങളിലും നമ്മൾ കാണുന്നത് തന്നെയാണ്. വേറെ കുറേ കാര്യങ്ങൾ, ആരാധനാ പ്രവർത്തനങ്ങൾ, പലതരം ആരാധനകളുണ്ട്. അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളുണ്ട്. മാതാപിതാക്കൾ അനുസരിക്കണം, അതുപോലെ നീതി നടപ്പാക്കണം, സത്യമേ പറയാവൂ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പലിശ പാടില്ല, ചൂതാട്ടം പാടില്ല, കട്ടെടുക്കാൻ പാടില്ല, കണ്ടുപിടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് മതങ്ങളും ഇസങ്ങളും അങ്ങനെ പലതുമുണ്ട്. ഒരു മതവും പറയാത്ത, എന്നാൽ ഇസ്ലാം മതം മാത്രം പറയുന്ന ഒരു കാര്യം, അത് ആരാധന, പൂജ, പ്രാർത്ഥന. അത് ലോകം സൃഷ്ടിച്ച സൃഷ്ടാവിനോട് മാത്രമേ പാടുള്ളൂ. ലോകം സൃഷ്ടിച്ച സൃഷ്ടാവുമായി മാത്രമേ നിങ്ങൾ പ്രാർത്ഥനയിലൂടെ ബന്ധപ്പെടാൻ പാടുള്ളൂ. അല്ലാത്ത മറ്റേത് സൃഷ്ടികളിലൂടെയും നിങ്ങൾക്ക് സൃഷ്ടാവിലേക്ക് പ്രാർത്ഥനയിലൂടെ ബന്ധപ്പെടാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ബഹുദൈവത്വമാണ്. ഏകദൈവത്വം എന്ന് പറഞ്ഞാൽ തൻ്റെ എന്ത് അഭൗതികമായ തൻ്റെ എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവോട് മാത്രമേ പറയുകയുള്ളൂ എന്ന് തീരുമാനിക്കുകയും അത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ തലകുനിക്കുകയുള്ളൂ എന്ന് ഉറക്കുകയും അതനുസരിച്ച് മാത്രം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നവന് അത് മുസ്ലിങ്ങൾ മാത്രം. ബാക്കിയുള്ള എല്ലാ മതക്കാർക്കും അത്തരം സംഗതികളിലൊക്കെ ഒരുപാട്, എല്ലാ മതങ്ങളും സൃഷ്ടികളെ പൂജിക്കുന്നവരും സൃഷ്ടികളെ ആരാധിക്കുന്നവരും സൃഷ്ടികളോട് പ്രാർത്ഥിക്കുന്നവരുമായി മുസ്ലിങ്ങളല്ലാത്ത, ഇസ്ലാം അല്ലാത്ത മറ്റെല്ലാ മതങ്ങളിലും കാണാൻ കഴിയും. വേറെ ചില ഇസങ്ങളിൽ ദൈവം തന്നെയല്ല എന്ന് വിചാരിക്കണം. ആരെയും അത്തരം ഒന്നുമില്ലാത്ത ദൈവനിഷേധികളും അങ്ങനെയുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഏകദൈവാരാധന.
അതുകൊണ്ട് തന്നെ ഇസ്ലാം ഏറ്റവും കണിശമായി പറഞ്ഞത്, വിട്ടുവീഴ്ചയില്ലാതെ തൻ്റെ വിശ്വാസികളുടെ മുമ്പിൽ പറയുന്നത്, നിങ്ങൾ ഏകദൈവാരാധകരായി ജീവിക്കാവൂ, ഏകദൈവാരാധകരായി കൊണ്ട് മാത്രമേ നിങ്ങൾ മരിക്കാവൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കുള്ളൂ. അതേ പറയുള്ളൂ. ദുനിയാവിൽ ഈ ലോകത്ത് നിങ്ങൾക്ക് അതുണ്ടാകും ഇതുണ്ടാകും എന്നൊന്നും തരത്തിലുള്ള കാര്യങ്ങളല്ല. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടണമെങ്കിൽ ഏകദൈവാരാധനയോടുകൂടി മരിക്കുന്ന ഒരാൾക്ക് സാധിക്കുള്ളൂ. സ്വർഗത്തിൽ ഈ ഏകദൈവാരാധകൾ അഥവാ തൗഹീദുള്ളവർ മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അവൻ പേടിക്കുന്ന വിഷയം ജീവിതത്തിന്റെ ഏതെങ്കിലും തലങ്ങളിൽ ബഹുദൈവത്വത്തിന്റെ അംശം എൻ്റെ വിശ്വാസത്തിലോ കർമ്മത്തിലോ ഒക്കെ വന്നു പോകുമോ എന്നത് എപ്പോഴും ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ നിൽക്കേണ്ടതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക വഅന അഅലം വഅന ലാ അഅലം. അറിയാതെ ആയിക്കൊണ്ടെങ്കിലും പടച്ചോനെ, നിന്നിൽ പങ്കു ചേർക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണേ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കാറുണ്ടായി. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലുള്ള ഒരു വിഷയം എന്താന്ന് വെച്ചാല്, ഇത് വിശുദ്ധ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതിന്റെ ഗൗരവം നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം എന്താ വരാനുള്ളത്? കൊലപാതകത്തെക്കാളോ വ്യഭിചാരത്തെക്കാളോ കള്ളുകുടിയേക്കാളൊക്കെ വലിയൊരു സംഗതിയാണോ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത്? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മരിച്ചുപോയ മഹാത്മാക്കളോട് ഖബറെടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്ന് സാധാരണ ബുദ്ധിയോട് ആലോചിച്ചാൽ ആളുകൾക്ക് തോന്നും. പക്ഷേ വേദഗ്രന്ഥങ്ങളുടെ ബുദ്ധി കൊണ്ട്, വേദഗ്രന്ഥങ്ങളിലൂടെ ചിന്തിക്കുമ്പോഴേ ഇതിന്റെ ഗൗരവം ഉണ്ടാവും, അറിയുള്ളൂ. അതുകൊണ്ടാണ് അത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന സംഗതിയാണ്. ഇത് എപ്പോഴും മനുഷ്യൻ ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയിൽപ്പെട്ടതാണ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ. ഈ മക്ക പ്രദേശത്തെ പടച്ചോനെ നീ ഒരു സുരക്ഷിത സ്ഥലമാക്കി മാറ്റണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് പടച്ചോനെ നീ കാത്തുരക്ഷിക്കണേ. അപ്പൊ ഇബ്രാഹിം നബി പോലും തൻ്റെ മക്കൾ പിൽക്കാലത്ത് വിഗ്രഹാരാധനയിലേക്ക് എത്തിയേക്കോ എന്നുള്ളതൊരു ജാഗ്രതയോടുകൂടി നോക്കിക്കണ്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയുണ്ടായി, ലാ തജ്അലു ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബറിനെ നിങ്ങൾ ഒരു ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അതിനെ സംബന്ധിച്ചുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലോകത്ത് വിശ്വാസികളിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ബഹുദൈവ വിശ്വാസികളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിന്റെ 106-ാം വചനത്തിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ് സൂറത്ത് യൂസുഫിന്റെ 106-ാം വചനത്തിൽ. അതായത് വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രികൂൻ എന്നാണ്. അധിക മനുഷ്യന്മാരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ബഹുദൈവ വിശ്വാസത്തോടു കൂടിയാണ്. ഇപ്പോ ദൈവത്തെ അംഗീകരിക്കാത്ത മതങ്ങളില്ലല്ലോ. മതങ്ങളായ മതങ്ങളൊക്കെ ഒരു ഏകദൈവത്തെ തന്നെ അംഗീകരിക്കുന്നവരാണ്. പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവ്, അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് മാത്രമല്ല, ആ ദൈവം എല്ലാം അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ് എന്നൊക്കെ സർവേശ്വരൻ എന്നോ ഭഗവാൻ എന്നോ അതല്ലെങ്കിൽ അതുപോലത്തെ ഓരോ മതങ്ങളും അവരുടേതായ ഭാഷയിൽ ഈ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ, സർവേശ്വരനെ, അള്ളാഹുവെ അംഗീകരിക്കുന്ന മതങ്ങളൊക്കെ തന്നെ ആ ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് നിഷ്കർഷമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ശിർക്ക് വെച്ചുകൊണ്ടാണ് അധിക ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഈ ശിർക്ക് എന്ന് പറയുന്നത് അത് മുസ്ലിം ഉമ്മത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടാകൂല എന്ന് വിചാരിക്കാൻ പറ്റില്ല.
ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സഅത്ത് ഹത്താ തൽതരിബ അൽയാതു നിസാഇ ദൗസ് ഹൗല ദിൽ ഖിൽസ. ദിൽ ഖിൽസ എന്ന് പറഞ്ഞത് യമനിൽ ആരാധിച്ചുകൊണ്ടിരുന്ന, അവരൊക്കെ പൂജിക്കുന്ന ഒരു വിഗ്രഹത്തിന്റെ പേരാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകം അവസാനിക്കൂല ഇങ്ങനൊന്നും സംഭവിക്കാതെ. എന്താണ്? ദൗസ് ഗോത്രത്തിലെ പെണ്ണുങ്ങൾ ദിൽഹിൽസ വിഗ്രഹത്തിന് ചുറ്റും ഡാൻസ് എടുക്കുന്ന ഒരു അവസ്ഥയിൽ എത്താതെ ലോകം അവസാനിക്കൂല. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നൃത്തമാടുന്ന, ഡാൻസ് എടുക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ എത്തും എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും ഈ ലോകത്ത് നിന്ന് മറയുകയില്ല. ഹത്താ തുഅബദൽ ലാത്ത് വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാവും. അറബികളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളായിരുന്നു ലാത്തയും ഉസ്സയും. അതിനെ വീണ്ടും ആരാധിക്കുന്നിടത്തേക്ക് മനുഷ്യർ എത്താതെ ഈ ലോകത്ത് നിന്ന് രാവും പകലും ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതായത് ലോകം അവസാനിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ പറ്റിയാണ് ഹദീസുകളിൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഏത് സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളായ ആളുകൾ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രസിദ്ധമായ അല്ലെങ്കിൽ ഏറ്റവും അറിയപ്പെടുന്ന വിഗ്രഹങ്ങളുടെ അതിനെ പ്രതിഷ്ഠിക്കുന്നവരും അതിനെ പൂജിക്കുന്നവരും അതിന് വേണ്ടി തീർത്ഥാടനം നടത്തുന്നവരൊക്കെ ആകും. ശബരിമലയിലേക്കും അതുപോലെ ഗുരുവായൂരിലേക്കും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അത് മുസ്ലിങ്ങളും ആ രീതിയിലേക്കാകും. അങ്ങനെ ഒരു കാലം വരും. മുസ്ലിങ്ങൾക്ക് അതൊന്നും അത്ര ഗൗരവമുള്ള വിഷയമാകാതെ ഈ പറഞ്ഞ വിഗ്രഹാരാധനയിലേക്ക് അവര് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒക്കെ നമ്മെ ഉണർത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റൊരു വകഭേദമാണ് യഥാർത്ഥത്തിൽ ഈ ഖബറാരാധന എന്ന് പറയുന്നത്. ഇപ്പൊ പ്രസിദ്ധനായ മുഫസ്സിർ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുണ്ടായി, വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അന്നഹും വദഉ ഹാദിൽ അസ്നാമ വൽ ഔസാന അലാ സൂരി അംബിയായി വഖാബിലി. വിഗ്രഹങ്ങളൊക്കെ അധികവും ആ കാലഘട്ടങ്ങളിൽ ആളുകൾ ഉണ്ടാക്കിയത് അവരുടെ പ്രവാചകന്മാരുടെയും അവരുടെ സമൂഹത്തിലെ മഹാന്മാരുടെ ഒക്കെ രൂപത്തിലാണ് വിഗ്രഹം ഉണ്ടാക്കിയത്. അല്ലാതെ ഏതെങ്കിലും ഒരു രൂപം കുത്തി ഉണ്ടാക്കിയിട്ട് ഇതാണ് വിഗ്രഹം ആയിക്കോട്ടെ എന്ന് പറയുന്നതല്ല. മറിച്ച് അവരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ച മഹാന്മാരുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ രൂപത്തിലാണ് ആളുകൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത്. നമ്മുടെ നാട്ടിലെയും വിഗ്രഹാരാധകർ അവരൊക്കെ അവരുടെ ഇടയിലോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന പുണ്യവാളന്മാരും നല്ല മനുഷ്യരും അവരുടെ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. എന്തിനാ അത് ഉണ്ടാക്കുന്നത്? ഇവരെ ഞങ്ങളുടെ വിഗ്രഹം ശില്പം ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ ഭജനമിരുന്നാൽ, അതിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാൽ, അതിന്റെ മുമ്പിൽ നമ്മൾ കാണിക്കകൾ അർപ്പിച്ചാൽ നമുക്ക് വേണ്ടി അവർ ശുപാർശ നടത്തും, അവർ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കി തരും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ബഹുദൈവ വിശ്വാസികൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്. എന്നാൽ ഈ കാലത്ത് സമാനമായ കാര്യങ്ങൾ ഇഷ്തിഖാലു കസീരി മിനൽ ഖൽഖി ധാരാളം ആളുകൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബിതഅദീമി ഖുബൂരിൽ അഖാബിർ, മഹാന്മാരുടെ ഖബറുകളെ ഈ രീതിയിൽ വന്ദിക്കുന്ന ആദരിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട്. അവർ വിശ്വസിക്കുന്നത് ഇന്നഹും ഇദാ അള്ളമു ഖുബൂറഹും ഫഇന്നഹും യഖൂലൂന ശുഫഅലഹും ഇൻദല്ലാഹ്. ഇങ്ങനെ ഖബറിനെ ഞാൻ ആദരിച്ചാൽ, ഖബറിന്റെ അടുക്കൽ അത് ബഹുമാനത്തോടു കൂടി നിന്നാൽ, അതിനോട് വല്ലതും പറഞ്ഞാൽ ഈ ഖബറാളികൾ തനിക്ക് വേണ്ടി നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ നടത്തും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇതേ വിശ്വാസം തന്നെയാണ് ബഹുദൈവത്വത്തിന്റെ ഭാഗമായി പൂർവികരായ ആളുകളും കൈമുതലായി നിന്നിരുന്നത്. അതിലേക്ക് മുസ്ലിം സമൂഹം മടങ്ങിപ്പോകും. മുഹമ്മദ് നബിയുടെ സമൂഹം അത് മടങ്ങിപ്പോകും. അതല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, ഉമ്മത്ത് മുഹമ്മദിൽ ഒരിക്കലും ഇങ്ങനത്തെ അപജയങ്ങളൊന്നും ഉണ്ടാവില്ല, ശിർക്കൊന്നും ഉണ്ടാവില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ അത് വാസ്തവ വിരുദ്ധമാണ്. അത് വളരെ കൃത്യമായി അതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അപ്പൊ നമ്മളിപ്പോ എന്താണ് UAE ഒരു
ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ UAE ഭരണാധികാരികളും മറ്റൊക്കെ ഇപ്പോൾ ഷിർക്കിലേക്ക് പോയി, ബഹുദൈവത്വത്തിലേക്ക് പോയി എന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും അതിലില്ല. പക്ഷേ അതിലുള്ളൊരു ഗൗരവമായ വിഷയം എന്താണെന്ന് വെച്ചാൽ, അത്തരം സംഗതികൾ ചെയ്യുന്നതിൽ വിഷയം ഈ ഷിർക്കിന്റെ ഗൗരവമാണ് ആദ്യം ഉൾക്കൊള്ളേണ്ടത്. ഷിർക്കിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അതാണ് ഒരു ഏറ്റവും ഗൗരവമുള്ള സംഗതി. സ്വർഗത്തിൽ പോകില്ല, യാതൊരു സംശയമില്ല. ബഹുദൈവ ആരാധകർ സ്വർഗാവകാശികളാവുകയില്ല. ജഹന്നം, അതിന്റെ അവരുടെ സങ്കേതം അത് നരകമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു പൊറുത്തു തരാത്ത, പൊറുക്കപ്പെടാത്ത മഹാപാപം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിഗ്രഹാരാധനയും ഖബർ പൂജ പോലെയുള്ള അത്തരം സംഗതികളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുപോലെ വലഖദ് ഊഹിയ ഇലൈക വ ഇലൽ ലദീന മിൻ ഖബലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലു. നിങ്ങൾ ഈ ഷിർക്കിൽ ബഹുദൈവത്വത്തിലേക്ക് പോയാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മരണാനന്തര ജീവിതത്തിൽ പ്രതിഫലം കിട്ടൂല, അതൊക്കെ നിഷ്ഫലമായി പോകും. ഇതൊന്നും ദുനിയാവത്തെ കാര്യമല്ല പറയണത്, ഇതൊന്നും ദുനിയാവത്തെ കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നല്ലോ, ഒക്കെ മരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രവർത്തനം നിങ്ങൾക്ക് വളരെ ദോഷകരമാകും. അത് ഷിർക്ക് ഈ വിശ്വാസത്തോടു കൂടി അല്ലാഹു അല്ലാത്ത വിഗ്രഹങ്ങളോടും ദൈവങ്ങളോടും പ്രതിഷ്ഠകളോടും ഖബറിനോടും ഈ രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊന്നിപ്പോ അങ്ങനെ ആ രീതിയിലേക്ക് പോകുന്നവരല്ല, അല്ലെങ്കിൽ അത്തരം സംഗതി ചിന്തിക്കുന്നവരല്ല. മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ പിൽക്കാലത്ത് ഇതേ രീതി ഈ പറഞ്ഞ മറ്റുള്ള ആളുകൾ ഷിർക്കിലേക്ക് പോകാനും മറ്റുള്ള ആളുകൾ ഷിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്യാനും കാരണമായി തീരുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദി നമ്മളും കൂടിയാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം സംഗതികൾ നമ്മൾ മുസ്ലിംകളായ ആളുകൾ ഇത്തരം സംഗതികളിൽ ഭാഗവാക്കാകുമ്പോൾ അതിലേറ്റവും ഗൗരവമായ സംഗതി അതാണ്. അത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്. നേരെ മറിച്ച് രാഷ്ട്രങ്ങൾ തമ്മിൽ പല ഉടമ്പടികളും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് നമ്മൾ ഭാഗവാക്കായി പോവുക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും അതുപോലെ ബഹുദൈവത്വപരമായ ആരാധനകളും അതുപോലെ കർമ്മങ്ങളും അതൊക്കെ നമ്മുടെ നാട്ടിൽ പല രീതിയിൽ നടക്കുന്നുണ്ടാവും. സ്വതന്ത്രമായി നടത്താൻ ഓരോരുത്തർക്കും നമ്മുടെ നാട്ടിൽ അവകാശമുണ്ട്. വളരെ ബഹുമത സമൂഹത്തിൽ സമാധാനത്തോടു കൂടി വളരെയധികം ഓരോരുത്തർക്കും അവരവന്റെ വിശ്വാസം ചെയ്യാൻ പറ്റും. പക്ഷേ മുസ്ലിമായ ഒരാൾ, ഏകദൈവാരാധകനായ ഒരാള് ബഹുദൈവത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ വിശ്വാസമില്ലാതെ തന്നെ അതിൽ പങ്കാളിയായി പോകുമ്പോൾ അവൻ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന് തുടക്കം കുറിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതാണ് ഞാനിവിടെ ഓതിയത് ഈ സൂറത്ത് യാസീനിലെ ഒരു വചനം. അത് ഇതാണ്: ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നാം മരണപ്പെട്ടവരെയൊക്കെ ജീവിപ്പിക്കുന്നവനാണ്. വലക്തുബു മാ ഖദ്ദമു വ അതാറു, അവർ പ്രവർത്തിച്ചതും അതിനെ തുടർന്ന് പിൽക്കാലത്തുണ്ടായിത്തീരുന്ന കാര്യങ്ങളും. അതാ ഗൗരവമുള്ള സംഗതി. ഒരു തെറ്റ് പ്രവർത്തിച്ചാൽ ആ തെറ്റിന്റെ ശിക്ഷ അല്ലാഹു നിശ്ചയിച്ച ശിക്ഷ എന്താ, അത് അനുഭവിക്കേണ്ടി വരും. അതിന്റെ മുന്നിൽ തൗബ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിന് പുറമെ അതിന്റെ ഫലമായി പിന്നീട് നിലനിൽക്കുന്ന പാപങ്ങളുടെ ഭാരവും കൂടി ഇയാള് ചുമക്കേണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞത്. നക്തുബു മാ ഖദ്ദമു, അവർ പ്രവർത്തിച്ചത് നാം രേഖപ്പെടുത്തുന്നുണ്ട്. വ ആസാറഹും, അതിന്റെ ഫലവും. അപ്പൊ അത് ഒരു ക്ഷേത്ര നിർമ്മിതിയിൽ ഒരു വിഗ്രഹാരാധനക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതിൽ വിശ്വാസികൾ ജാഗ്രത പുലർത്തേണ്ട വിഷയമാണ്. നമ്മൾ ഉദാഹരണമായിട്ട് ഒരു ക്ഷേത്രത്തിൽ നമുക്ക് വിശ്വാസമൊന്നുമില്ല, ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ബഹുദൈവത്വത്തിലൊന്നും വിശ്വാസമില്ല. പക്ഷെ നമ്മൾ ഒരു അമ്പലം നമ്മൾ പണിത് കൊടുത്തു എന്ന് വിചാരിക്കാം, വിശ്വാസമൊന്നുമില്ലാതെ. അത് പിൽക്കാലത്ത് അവിടെ വെച്ചുണ്ടാകുന്ന ബഹുദൈവത്വപരമായ കാര്യങ്ങൾ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് കൂടി അതിന്റെ പങ്കാളിത്തം ഉണ്ടാവും. അതാണ് ഇത്തരം സംഗതികളിൽ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയം. ഇത് ആലോചിക്കുമ്പോഴാണ് നമ്മൾ പേടി തോന്നുന്ന വിഷയം. ഇതാലോചിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭാഗവാക്കായി വളരെ നിസ്സാരമായി കളിക്കുന്ന ആളുകളുടെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ ഗൗരവമായി നമുക്ക് വേദന തോന്നുന്നതാണ്.
ഖദ്ദമു വആസാറഹും എന്ന് പറഞ്ഞ വിഷയം. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്നിട്ട് അല്ലാഹു പറഞ്ഞു എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നൊരു വാക്കോട് കൂടിയാണ് ആ കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നതും അതിനെ തുടർന്ന് പിൽക്കാലത്തുണ്ടാകുന്ന സംഗതികളും നിങ്ങൾക്ക് വളരെ നിങ്ങളതിന് ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പള്ളിയിൽ വന്ന് ആ ജനങ്ങളോടൊക്കെ പറഞ്ഞു, ഈ ഒരു ടീം വന്നപ്പോൾ അവർക്ക് വളരെ വിഷമിച്ച ടീം വന്നപ്പോൾ പിന്നെ എല്ലാവരോടും സദക്ക ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആളുകൾ അങ്ങനെ കയ്യിലുണ്ടാകാത്തത് കൊണ്ട് അവിടെ ഇങ്ങനെ അന്തിച്ചിട്ട് നിന്നപ്പോൾ ഒരാൾ അയാളുടെ വീട്ടിൽ പോയിട്ട് ഒരു കൊട്ട കാരക്ക കൊണ്ടുവന്ന് അവിടെ അങ്ങോട്ട് ചൊരിഞ്ഞു. ഇത് കണ്ടപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നവർ മുഴുവൻ അവനാന്റെ വീട്ടിലും അടുത്തും പോയിട്ടുള്ളതൊക്കെ അവിടെ ചൊരിഞ്ഞ് അവിടെ വലിയ ഒരു ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരം അവിടെ ഉണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സന്ന ബിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹു വഅജ്റു മൻ അമില ബിഹാ എന്ന് പറഞ്ഞു. ആരെങ്കിലും ഒരു നല്ല കാര്യത്തിന് തുടക്കം കുറിച്ചാൽ അവന് അതിന്റെ പ്രതിഫലം ഉണ്ടാവും. തുടക്കം കുറിച്ച പ്രതിഫലം ഉണ്ടാവും. പിന്നീട് അതിങ്ങനെ അത് കണ്ടിട്ട് ചെയ്ത ബാക്കിയുള്ള ആളുകളുണ്ട്, അവരുടെ പ്രവർത്തനത്തിൽ നിന്നും ആ ചെയ്ത ആളുകൾക്ക് കുറയാതെ, അതാണ് മിൻവൈര്യൻ എന്തൊക്കെ സമയം കുജൂരിയും ചെയ്യുന്നതാണ്, ചെയ്തവരുടെ കൂലിക്ക് ഒരു കുറവില്ലാതെ അതിൻ്റെ ഒക്കെ ഒരു വിഹിതം ഇയാൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു നല്ല പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുക എന്ന് പറഞ്ഞതും ഒരു നല്ല പ്രവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു നന്മക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ആ തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഫലങ്ങളും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തിരിച്ചു വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ, ചീത്തയായ ഹറാമായ പാടില്ലാത്ത ഒരു സംഗതിക്ക് തുടക്കം കുറിച്ചു, എന്നാൽ അതിന് കാന അലൈഹി വിസ്റുഹ, ആ തുടക്കം കുറിച്ചതിന്റെ കുറ്റം അവനുണ്ടാവും. പിന്നെ വിസ്റു മൻ അമില ബിഹാ, അതനുസരിച്ച് പ്രവർത്തിച്ച ആളുകളുടെ പാപങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഒരു വിഹിതം അയാളിലേക്ക് വന്നു ചേരും. അങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോഴാണ് ഇത്തരം ബഹുദൈവത്വത്തിനൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകളുടെ പരലോകത്തെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ വല്ലാത്ത പ്രയാസം, വളരെ പേടി തോന്നുന്ന, പരലോകം നമുക്ക് പേടി തോന്നുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് അത്തരം വിഷയങ്ങളിലൊക്കെ തൗബ ചെയ്യാനും അതുപോലെ അള്ളാഹുവോട് പാപമോചനം വർദ്ധിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏതായാലും ഇത് വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. ഒരു ബഹുദൈവത്വത്തിന് തുടക്കം കുറിക്കുകയും അത് തനിക്ക് വിശ്വാസമില്ലാതെ തന്നെ ചെയ്താലും മറ്റുള്ള ആളുകൾ പിന്നീട് അത് സൗകര്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം തൻ്റെ ഇതിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതാണ് ഇത്തരം ഈ ക്ഷേത്രോദ്ഘാടനത്തിലൊരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കതിനെ നിരീക്ഷിക്കാനുള്ള സംഗതി അതാണ്. രാഷ്ട്രീയമായ തലങ്ങൾ രാജ്യത്തിനും രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും അതിന് ന്യായീകരണമുണ്ട്, അത് യാതൊരു സംശയമില്ല. പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അതൊക്കെ എല്ലാ രീതിയിലും ചെയ്യേണ്ടി വരും. പക്ഷെ അവരുടെ അതിനുള്ള നെയ്യത്ത് എന്താണെന്ന് അറിയാൻ പടച്ചോനെ അറിയുള്ളൂ. പക്ഷെ അത് പടച്ചോനെ തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഒരു തിയോളജിക്കൽ വ്യൂ അല്ലെങ്കിൽ മതത്തിന്റെ ആസ്പെക്റ്റിൽ നമ്മളിത് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു വിശ്വാസിക്കുള്ളത്. ബഹുദൈവത്വവുമായി ഇസ്ലാം അത്രയും യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു മേഖലയാണ് ശിർക്കും അതുപോലെ ബഹുദൈവത്വത്തിന്റെ മുമ്പിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇടക്കാലത്ത് നബിയുടെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പല നിലക്കും അവർ വളരെ സൗഹൃദത്തിൽ തന്നെയാണ്, പല വിഷയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സന്ധിയുണ്ട്, പല നല്ല കാര്യങ്ങളിലും സഹകരണമൊക്കെ ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അവർ വന്നാണ്ട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു കോംപ്രമൈസിൽ എത്തിക്കൂടെ, ഞങ്ങളുടെ വിഗ്രഹത്തെ കുറച്ചൊക്കെ നീയും അത് കുറച്ച് ആരാധിക്കുക, എന്നാൽ നീ പറയും പോലെ ഞങ്ങളും നമ്മൾ വരുന്ന പിന്നെ വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ടതില്ല, നീ ഒന്ന് നമ്മുടെ വിഗ്രഹത്തെ ഒന്ന് ആരാധിച്ചാൽ മതി. അപ്പോഴാണ് കുല്യ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറഞ്ഞ സൂറത്ത് അവതരിക്കണം. അതിലെന്താ പറഞ്ഞത്? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ എനിക്ക് ആരാധിക്കുക, ഞാൻ ആരാധിക്കില്ല.
വല അൻതും ആബിദൂന മാ അഅ്ബുദു. തിരിച്ചു അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കും ഞാൻ ആരാധിക്കുന്ന രീതിയിൽ അല്ലാഹനെ മാത്രം ആരാധിക്കാൻ അത് നിങ്ങൾക്കും കഴിയില്ല. പിന്നെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ ഞാൻ ഒരിക്കലും ആരാധിക്കില്ല. അതുകൊണ്ട് ലക്കും ദീനുക്കും, നിങ്ങൾ നിങ്ങളെ മതം അനുസരിച്ച് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം അനുസരിച്ച് ഞാനും മുന്നോട്ട് പോവാം. അപ്പോ അവിടെ നിന്ന് ഒരു കോംപ്രമൈസ് ആകുക അതില്ല. അപ്പൊ കോംപ്രമൈസ് ഇല്ലാത്ത ഏക വിഷയം ഇസ്ലാമിന് കോംപ്രമൈസ് ഇല്ലാത്ത ഏക വിഷയം ഈ തൗഹീദ് ശിർക്ക് വിഷയത്തിലാണ്. ഏകദൈവാരാധനയും ബഹുദൈവത്വം അതിന് നമ്മൾക്ക് ഒരർത്ഥത്തിലുള്ള കോംപ്രമൈസും യഥാർത്ഥത്തിലില്ല. അതിനെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ വേറൊരു സ്ഥലത്ത് പരലോകത്തെത്തുമ്പോൾ ഇന്നല്ലദീന തവഫാഹുൽ മലായികത്തു ളാലിമീ അൻഫുസിഹിം, ഇങ്ങനെ ഈ ശിർക്കും മറ്റൊക്കെ ചെയ്യേണ്ടി വന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, ഞങ്ങളതിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകളുടെ കഥ വിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അവര് ചോദിച്ചു, അള്ളാഹു മലായികത്തുകൾ ചോദിച്ചു, കാലു ഫീമ കൊന്ത, എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? അപ്പോ അവര് പറഞ്ഞു, കുന്ന മുസ്തദഅഫീന ഫിൽ അർള്, ഞങ്ങളുടെ നാട്ടില് വളരെ ദുർബലരായിരുന്നു, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. കാലു, അപ്പോ മലായികത്തുകൾ ചോദിച്ചു, അലം തകുൻ അർളുല്ലാഹി വാസിഅ, അള്ളാന്റെ ഭൂമി വിശാലല്ലായിരുന്നോ? അവിടെ ദുർബലരായിരുന്നു പറഞ്ഞിങ്ങനെ കാത്തിരിക്കേണ്ടിയിരുന്നോ നിങ്ങള്? അങ്ങനത്തെ സന്ദർഭം കോംപ്രമൈസ് ചെയ്തവിടെ നിൽക്കല്ല ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പലായനം ചെയ്യേണ്ട ഘട്ടം വന്ന പലർക്കും ഇന്നൊന്നും അങ്ങനെ പലായനം എന്ന് പറഞ്ഞൊരു പ്രാക്ടിക്കലായ സംഗതി ഒന്നല്ല. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ അത് വളരെ പലായനം ചെയ്യേണ്ട, ഒരു നാട്ടിൽ നിന്ന് ചിലപ്പോൾ മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വരും. അവനവന്റെ വിശ്വാസവും തൗഹീദും ഏകദൈവാരാധനയും സംരക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ജീവിക്കാൻ സാധിക്കുന്ന സ്ഥലം അവിടേക്ക് മാറി നിൽക്കേണ്ടി വരും. അതെന്തായാലും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇന്ത്യ രാജ്യത്തും എവിടെയും എല്ലായിടത്തും ഉണ്ടാവും അത്. പക്ഷെ നമ്മൾ നിൽക്കുന്ന ആ കൂട്ടിൽ തന്നെ നമ്മൾ നിൽക്കണമെന്ന് വാശി പിടിച്ചാൽ ചിലപ്പോൾ നടത്തില്ലാന്ന് വരും. ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീങ്ങിയാൽ നിങ്ങൾക്ക് ഫിഹ തുഹാജിറു ഫി, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അങ്ങനെയാണെങ്കിൽ പോലും, നാട് വിടേണ്ടി വന്നാൽ പോലും നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാകരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിന്റെ ഒരു വിശ്വാസത്തിന്റെ അംഗങ്ങളിൽ നിന്ന് അവർ എത്ര വലിയ മനുഷ്യന്മാരായാലും ഈ ബഹുദൈവാരാധനയുടെ അതിന്റെ ഉദ്ഘാടനത്തിലും അതിന്റെ കാര്യങ്ങളിലൊക്കെ പങ്കാളികളാവുക എന്നത് അത് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വലിയ തെറ്റാണ്, പാടില്ലാത്തതാണ്. അത്തരം ക്ഷേത്രങ്ങൾക്കും അത്തരം ബഹുദൈവത്വത്തിന്റെ കേന്ദ്രങ്ങൾക്കൊക്കെ സ്വത്ത് വഖഫ് ചെയ്യുന്ന ആളുകളൊക്കെ, സ്വത്ത് വഖഫ് ചെയ്യും, അതൊക്കെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.